ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ വട്ടുപത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വട്ടുപത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പൊടി വാട്ടിയ സമയത്ത് ഇവിടെ മഴ മൂടലായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിറകടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാ ഭക്ഷണങ്ങളും പാകം ചെയ്യുന്നത് വിറകടുപ്പിലാണ്. ഞാൻ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗ്യാസ് ഇപ്പോഴില്ല. അപ്പോൾ എല്ലാതും കുറേ കാലമായി വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ പൊടി വാട്ടുമ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ കൊത്ത് എണ്ണയിൽ മൂപ്പിച്ച് ഇട്ടിരുന്നു, പൊടി വാട്ടി വെച്ചതിന് ശേഷം. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്തത് കരിഞ്ജീരകമാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ പൊടി നന്നായി കുഴയ്ക്കണം. നന്നായി കുഴച്ച് വട്ടുപത്തിരി ഉണ്ടാക്കി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൊടി ഞാൻ എല്ലാതും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ പൊടി നന്നായി കുഴച്ച് നല്ല മാർദ്ദവമായി കിട്ടണം. എന്നിട്ട് വേണം വട്ടുപത്തിരി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം കുഴയ്ക്കാം. എന്താ ഹായ് കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നപ്പോൾ അവ ഓടുകയാണ്. ഈ നിക്കറും വിട്ട് നിൽക്കുന്നത് തന്നെ എൻ്റെ മോൻ. ഞാനൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സില്ല. ഈ തള്ളമാരം പൊടി ഞാൻ വട്ടുപത്തിരി ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. മുഖം കാണിച്ചു തരുന്നില്ല. ഇവനെ എന്തു ചെയ്യണം? മുഖം കാണിക്കുന്നില്ല. ഇത് അവൻ ബെഡിൽ വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടുപത്തിരി. ഇതിൽ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്, തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. പൊടി നല്ല തിളച്ച വെള്ളത്തിൽ വാട്ടി തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കരിഞ്ജീരകവും ഇട്ട് നന്നായി പൊടി നല്ല മാർദ്ദവത്തോടെ കുഴയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ചെറിയ വട്ടുകളായി പത്തിരി ഉണ്ടാക്കുക. എണ്ണയിൽ പൊരിച്ചെടുത്താൽ നമ്മളുടെ വട്ടുപത്തിരി റെഡിയായി. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ചതച്ച് തക്കാളിയും കൂട്ടി ലേശം പുളിയും ആക്കി ഒരു വറവിലൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ വട്ടുപത്തിരി ചിലർ വട്ടുപത്തിരി ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ടയുടെ വെള്ള കൂട്ടും. അത് പത്തിരി നല്ല പൊള്ളയ്ക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഒറ്റ ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ 2 ദിവസം ഒന്നും ഇരുന്നാലും പത്തിരിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. വട്ടുപത്തിരി ഇതാ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. അതൊന്ന് നല്ല മൂത്ത് വരട്ടെ. ഇത് ഈ വട്ടുപത്തിരി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വേണം ചമ്മന്തി ഉണ്ടാക്കാൻ. ഞാൻ ഈ പൊടി വാട്ടി വെച്ചപ്പോൾ മീൻകാരൻ വന്നു. അപ്പം മീൻ വാങ്ങാൻ പോയി. പിന്നെ ഉണങ്ങാനുള്ളതൊക്കെ അഴയിലിടാനുണ്ടായിരുന്നു, അതിനൊക്കെ പോയി. അപ്പോൾ നേരം ഇതാ നല്ല വൈകിയിരിക്കുന്നു കേട്ടോ. ഇനി ചോറും പണിയും കൂട്ടാൻ പണിയും ഒക്കെ ചെയ്യണം. എല്ലാം വിറകടുപ്പുമേലാണ്. പല്ലുവേദന കാരണം ശരിക്ക് സംസാരിക്കാൻ പോലും ഒന്നും വയ്യ. ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് കുറച്ചൊക്കെ ഒന്ന് സംസാരിക്കുകയാണ്. പിന്നെ ഇതെന്താ ഇങ്ങനെ പൂവ് പോലെയൊക്കെ എന്ന് തോന്നും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും റൗണ്ടായി കിട്ടുകയില്ല. ആ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കിടക്കൊണ്ട് ഈ
പത്തിരി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. തേങ്ങാക്കൊത്തൊന്നും കൂട്ടാനിട്ടാണെങ്കിൽ ഇത് നന്നായി റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ തേങ്ങാക്കൊത്തും കരിഞ്ചീരകവും ചെറിയുള്ളിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് അതിനുണ്ടാവും. അത് ശരിക്കും നമുക്കിങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധാ പത്തിരി ഉണ്ടാക്കണ പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഇതിൽ എള്ള് കൂട്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം കൂട്ടി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വട്ടുപത്തിരി ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് ജോലികൾ കിടക്കുന്നുണ്ട്. മീൻ വാങ്ങി സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് നേരെ ആക്കിയിട്ടൊന്നുമില്ല. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. സഹായിക്കാനില്ലെന്ന് പറഞ്ഞത് അടുക്കള പണിക്ക് സഹായിക്കാനില്ല എന്നാണ് കേട്ടോ. വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മകൻ തന്നെയാണ്. കാര്യം എന്തായാലും കുറച്ച് ഓടി ഒളിച്ചെങ്കിലും വന്ന് വീഡിയോ എടുത്തു തന്നു. ചിലപ്പോൾ അത് അവനെ ട്രോളണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും വേണ്ടല്ല, ആള് ചെയ്ത് തന്നു, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ ചൂടാവുമെന്നേ ഉള്ളൂ. നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. ഇന്ന് ഇപ്പൊ അവന് ജോലി സ്ഥലത്തേക്ക് പോകും. എറണാകുളത്താണ് അവന് ജോലി, എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവനുള്ളപ്പോൾ എനിക്കൊരാള് തന്നെയാണ്. പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമൊക്കെ തന്നെയാണ്. കുറച്ചു നേരമൊക്കെ അങ്ങനെ സെറ്റിയിലിരിക്കും. എപ്പോഴും അമ്മയെന്ന് വിളിച്ച് ഓടി വരും. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആരുമില്ല, മകളുള്ളത് കല്യാണം കഴിച്ച അവൾ അവിടെയാണ്, ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ്. അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ബാക്കി നിങ്ങൾ ഇരുന്ന് കണ്ടോ കേട്ടോ. അപ്പൊ ശരി കേട്ടോ, എന്നാ വരട്ടെ കേട്ടോ. ഏതായാലും ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു നുള്ളു കടുകിടുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് ആകെ കിട്ടുന്നത് ഞായറാഴ്ചയാണ്. തള്ള എന്നെ ഒന്നുമില്ല, എന്താ മോളെ. കടുക് ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പ് എടുത്താൽ ഞാൻ മറന്നുപോയി. ഇവിടെയാണ് ഉപ്പ് കേട്ടോ, ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഇനി ഒരു സ്വല്പം വെള്ളം ചേർക്കണം, ഇല്ലെങ്കിൽ അത് ലൂസായിരിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാ ഇവിടെ പറഞ്ഞ കേക്കില്ല കേട്ടോ, ഇവിടെ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ഹിറ്റായിട്ടോ. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ ചമ്മന്തി അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മളുടെ വട്ടുപത്തിരി ഇതാ. ഈ പത്തിരിയിൽ കുറച്ച് ഞാൻ നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട്. കാരണം കുറച്ചാണ് പരത്തിയത്. മറ്റേത് അത്യാവശ്യം കനത്തിൽ പരത്തിയിട്ടുണ്ട്. വട്ടുപത്തിരി ശരിക്കും നല്ല കനത്തിൽ പരത്തിയിട്ട് ക്ലാസ് കൊണ്ടൊക്കെ മുറിച്ചെടുത്താൽ അതിന് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇന്ന് അതിനൊന്നും സമയമില്ല. എന്താ വെച്ചാൽ എൻ്റെ മകന് ജോലി സ്ഥലത്തേക്ക് പോകണം. അപ്പോഴേക്കും അവന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പേക്കാക്കണം. അപ്പോൾ പിന്നെ എനിക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തത്. കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി.